പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ വി കുഞ്ഞികൃഷ്ണനെതിരായ പാർട്ടി നടപടി വിശദീകരിക്കാൻ സിപിഐഎം പുറത്താക്കൽ നടപടി ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രതികരണങ്ങൾ ഉയരുമോ എന്നതിലാണ് ആകാംക്ഷ. അതേസമയം രാത്രി വൈകിയും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെതിരെ ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഷാഹദ് റഹ്മാനുള്ള വിവരങ്ങളുമായി. ഷഹാദ്, കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുന്നോട്ട് വെച്ച തെളിവുകളിൽ കൃത്യമായ മറുപടി നൽകാൻ സിപിഎമ്മിന് കഴിഞ്ഞിട്ടില്ല. മാധ്യമങ്ങളോട് അത് വിശദീകരിക്കേണ്ടതില്ല എന്നുണ്ടെങ്കിലും അണികൾക്ക് മുന്നിൽ ഇത് ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. ഇന്നിപ്പോൾ എത്തരത്തിലുള്ള കണ്ടെത്തലുകൾ, വിശദീകരണമായിരിക്കും പാർട്ടി മുന്നോട്ട് വെക്കുക? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. അതായത് കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസം എന്ത് ആരോപണമാണ് ഉന്നയിച്ചത്, ആ ആരോപണത്തിൽ ഇപ്പോഴും സ്റ്റെക്കായി നിൽക്കുകയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. എത്രയാണ് ഫണ്ടെന്നോ ഇതിൽ എത്രയാണ് വന്നതെന്നോ അല്ലെങ്കിൽ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടോ ഒന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ സിപിഎം പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനർത്ഥം കൃത്യമായിട്ടൊരു മറുപടി സിപിഎമ്മിനില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച ചോദിച്ചതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ എത്രയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞത് അത് മാധ്യമങ്ങളോട് പറയണ്ട, അല്ലെങ്കിൽ അത് ആരും അറിയണ്ട എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് തന്നെയാണ് നേരത്തെ കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എത്ര രൂപ വന്നെന്നോ ഇതിന്റെ ചെലവ് കണക്കുകൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവന്നിട്ടില്ല. ഈ ഫണ്ടിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത്, ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും നിലവിൽ ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അവിടെ യോഗം നടക്കും. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗമാണ് ഇന്ന് നടക്കുക. ആ യോഗത്തിൽ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ കാര്യം റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും കുഞ്ഞികൃഷ്ണനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആ മേഖലയിൽ, കണ്ണൂരും ഈ പറഞ്ഞതുപോലെ തന്നെ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേ സമയത്ത് കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചും ഒരു വിഭാഗം ഇത്തരത്തിൽ പ്രകടനമൊക്കെ നടത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഇന്നത്തെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ അത് കുഞ്ഞികൃഷ്ണന് അനുകൂലമായി ആരെങ്കിലും സംസാരിക്കുമോ എന്ന കാര്യമാണ് ഏവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. യെസ്, അത് തന്നെയാണ്. പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി ഇന്ന് ആരെങ്കിലും സംസാരിക്കുമോ എന്നത് തന്നെയാണ് ആകാംക്ഷ. ഷാഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.